ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഫുൾ ലെങ്ത് ഒരു അബായ എന്നും പറയാം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉടുപ്പായിട്ടൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇത് ബ്ലാക്കാണ് ഇന്നർ വരുന്നത്, ഔട്ടർ വൈറ്റും. ആ രീതിക്കാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇത് ഫ്രണ്ട് പാർട്ടാണ്. ഇത് ചിക്കൻ കറിയുടെ മെറ്റീരിയലാണ്, റേറ്റ് കൂടിയ മെറ്റീരിയലാണ്. അപ്പം ഇത് നമ്മൾ ഫ്രണ്ട് ഇങ്ങനെ ഒന്ന് ചരിച്ചിട്ടാണ് താഴ്ഭാഗം വരുന്നത്. അപ്പോൾ ആ ഫ്ലവറിൻ്റെ അതേ ആകൃതിയിൽ തന്നെ നമുക്കിത് താഴ്ഭാഗം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ഫ്രണ്ടിലത്തെ ഓപ്പൺ വരുന്ന ഭാഗം പൊങ്ങിയിരുന്നിട്ട് സൈഡ് ഇങ്ങനെ തൂങ്ങി വരുന്ന ടൈപ്പിലാണ് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ലെങ്ത് ഇവിടെ നോക്കി. ലെങ്ത് നമുക്ക് 49 അബായ്ക്ക് വേണ്ടത്. പക്ഷേ അത്രയും ഇത് ഫ്രണ്ട് പാർട്ട് വേണ്ട. ഒരു 4 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഷോൾഡർ ഇവിടെ 6 അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് കൈക്കുഴി 6 എടുക്കാം. ഇതൊരു 12 വയസ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പം അതിങ്ങനെ എടുത്ത് ഷേപ്പും ഒരു 9.5 ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ബ്രസ്റ്റ് അളവ് ഷേപ്പും ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്കത് ഒന്ന് കട്ട് ചെയ്യണം. ഫ്രണ്ട് സൈഡ് ഓപ്പൺ ആണ്, ഫ്രണ്ടിൻ്റെ സെൻറ്റർ വരുന്നത് ഓപ്പൺ ആണ്. അതിൻ്റെ അവിടെ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇത് ഓപ്പൺ രീതിയിൽ ഫ്രണ്ടിൽ സെൻറ്റർ ഭാഗത്ത് ഓപ്പൺ വരാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിതിപ്പം ഫ്രണ്ട് പാർട്ട് മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ സൈഡ് മാത്രമാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇനി ബാക്ക് പാർട്ട് നമുക്ക് കട്ട് ചെയ്യണം. ബാക്ക് പാർട്ട് ഞാനിവിടെ ഇത് ആദ്യം നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നെക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. നെക്ക് ഞാനിവിടെ വിഡ്ത്ത് 1.25 2 എടുത്തിട്ടുണ്ട്. ലെങ്ത് 4.5 എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അതുപോലെ ഒന്ന് വളച്ച് വരച്ച് കൊടുക്കാം. എന്നിട്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഈ പീസ് വെച്ചിട്ട് വേണം നമുക്കിനി ബാക്ക് പാർട്ട് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ബാക്ക് പാർട്ടിനുള്ളത് ഇവിടെ മടക്കിയിടാം. ഇതുപോലെ നമുക്ക് മടക്കി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഫുൾ അബായയുടെ ലെങ്തിലാണ് നമ്മൾ ബാക്ക് പാർട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് 49 ഫുൾ ലെങ്ത് വേണ്ടത്. അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് 50 എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഇവിടെ നമുക്ക് അളവൊന്ന് നോക്കാം കറക്റ്റായിട്ടാണോ എന്ന്. എന്നിട്ട് അളവെല്ലാം ഞാനിവിടെ അളന്നാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ബാക്ക് പാർട്ടിനുള്ളത്. അപ്പം കുറച്ചധികം ഉണ്ട്, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസ് എടുത്ത് വെച്ച് കൊടുക്കണം. ഫ്രണ്ട് പീസ് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്ത് എടുക്കാം. ഇതുപോലെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസ് എടുത്ത് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് ഫ്രണ്ട് പീസ് എടുത്ത് വെച്ച് കൊടുക്കാം. ഫ്രണ്ട് പീസ് എടുത്ത് കൊടുക്കുമ്പോഴത്തേക്കും വെച്ച് കൊടുക്കുമ്പോൾ ബാക്ക് പാർട്ടിന് ഇച്ചിരി ലെങ്ത് കൂടുതലാണ്, ഫ്രണ്ട് പാർട്ടിന് ലെങ്ത് കുറവും. അങ്ങനെയാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഫ്രണ്ടിലത്തെ പീസ് നമുക്കിതുപോലെ ചരിഞ്ഞാണ് വരുന്നത്. ആ രീതിക്കാണ് ഇത് വരുന്നത്. എന്നിട്ട് ബാക്കി അളവുകളെല്ലാം കറക്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മളിതിനു മുമ്പ് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഒരുപാട് മോഡൽസുകൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ പോയി നിങ്ങളൊന്ന് കാണുക. ഇപ്പം നമ്മൾ ഔട്ടറാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇന്നർ കട്ട് ചെയ്യാം. ഇന്നർ കട്ട് ചെയ്യാനായിട്ട് ഞാൻ 1.5 മീറ്റർ ക്ലോത്താണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ 4ആയിട്ട് മടക്കിയിടുക. വീതിക്ക് തന്നെ 4ആയിട്ട് മടക്കിയിടുക. എന്നിട്ട് നമുക്ക് ലെങ്ത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ലെങ്ത് ഞാനിവിടെ 49 50 നമ്മളിവിടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ബാലൻസിൽ നിന്ന് നമുക്ക് സ്ലീവ് എടുക്കാം. ഇത് വീതി കൂടിയ മെറ്റീരിയലാണ്, അതുകൊണ്ട് നമുക്ക് 60 ഇഞ്ച് വീതിയുടെ മെറ്റീരിയലായതുകൊണ്ട് ബാലൻസിൽ നിന്ന് സ്ലീവ് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്ക് പിന്നെ ഷോൾഡർ ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. കണ്ട, ഇവിടെ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുത്തു, കൈക്കുഴി ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ ബ്രസ്റ്റ് അളവ് അടയാളപ്പെടുത്തി കൊടുക്കുക. നോർമൽ അബായ നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ല, ആ രീതിക്ക് തന്നെ ആ അളവുകളെല്ലാം അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇത് ഷേപ്പ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു, ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് താഴേക്ക് ഇതുപോലെ ഒന്ന് വളച്ച് വരച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്കത് ഫുള്ള് കട്ട് ചെയ്തെടുക്കാം.
കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്ന മെറ്റീരിയലിൽ നിന്ന് വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്. ബാലൻസ് വരുന്ന മെറ്റീരിയലിൽ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനുണ്ടാവും. ഇത് 12 വയസ്സുള്ള ഗേൾസിന് വേണ്ടിയിട്ടാണല്ലോ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടും. വലിയവർക്കാണെങ്കിൽ അളവുകളിലെല്ലാം വ്യത്യാസമുണ്ട്. വലിയ ആൾക്കാർക്കാണെങ്കിൽ ഒരു 2.5 മീറ്റർ ക്ലോത്ത് വേണ്ടി വരും. ഇതിപ്പോൾ 1.5 മീറ്റർ ക്ലോത്ത് മതി നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഈ ഇന്നർ, ഔട്ടറല്ല ഇന്നറിന് വേണ്ടിയിട്ട്. ഔട്ടറിന് സെപ്പറേറ്റ് വേണം. അതിനുശേഷം നമുക്കിത് സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ട് നമുക്കിതിൻ്റെ നെക്കൊന്ന് കട്ട് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് സ്ലീവ് നോക്കി ലെന്ത് നോക്കിയിട്ട് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുവാണ്. ഇവിടെ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം, ബാലൻസ് വന്നതിൽ നിന്നും. അങ്ങനെ ഞാൻ ഇവിടെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നെക്കും ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതെനിക്ക് വീഡിയോയിൽ കാണിക്കാൻ കഴിഞ്ഞില്ല, ഇന്നറിൻ്റെത്. പിന്നെ നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഔട്ടറിൻ്റെ നെക്കെന്ന് പറയുന്നത് ഒരു പൈപ്പിങ് പോലെ കൊടുത്തിട്ട് താഴേക്ക് വള്ളി കൊടുക്കുകയാണ്. ആ വള്ളിയാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തത്. എന്നിട്ട് നമുക്ക് ഫ്രണ്ടും ബാക്കും കൂടി ഷോൾഡർ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഷോൾഡർ സാധാ രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, ഇവിടെ ബാക്ക് പീസ് ആദ്യം എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസ് എടുത്ത് വയ്ക്കുക. ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ഫ്രണ്ട് പീസിൻ്റെ നമ്മൾ ആ സെൻറ്റർ ഭാഗം ഒന്നും മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലവറിൻ്റെ ആ ആകൃതിയിൽ തന്നെയാണ് അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതപ്പം സ്കാലപ്പ് പോലെ കിടന്നോളും. അപ്പോൾ അവിടെ ഒന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഫ്രണ്ട് പീസിൻ്റെ താഴ്ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല, അവിടവും ഇങ്ങനെ സ്കാലപ്പ് പോലെ വന്നോളും. അപ്പം നമ്മളിവിടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിതിൽ നമ്മൾ യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ പീസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇതിൻ്റെ ബാക്ക് പാർട്ട് എടുത്തിട്ട് ഇതുപോലെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നമ്മൾ ആ യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതും എടുത്ത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്നും നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ബാക്കിൽ നിന്നാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. ഫ്രണ്ടിലേക്ക് ഇതുപോലെ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ബാലൻസ് വരുന്നത് അവിടെ കിടക്കട്ടെ. നമുക്കതൊരു ബെൽറ്റ് പോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇവിടെ നെക്കിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പിന്നെ അടുത്ത സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടുവന്ന് നെക്കിൻ്റെ എൻഡ് ഭാഗം വരെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിങ്ങനെ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് നെക്കിൻ്റെ അറ്റം വരെ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. എന്നിട്ട് ആ എൻഡ് വരുന്ന ഭാഗത്ത് നിന്ന് നമുക്കിതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇതുപോലെ മടക്കി അത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് നെക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നെക്കിലേക്ക് വെച്ച് അതങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അടുത്ത എൻഡ് ഭാഗം വരെ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ ഫുള്ളായിട്ടത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ആം ഹോൾ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ആം ഹോളും നമുക്കിതുപോലെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ
താഴ്ഭാഗവും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് പാർട്ട് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല, ബാക്ക് പാർട്ട് മാത്രമേ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുള്ളൂ. അതും നമുക്ക് ചെറുതായിട്ടൊന്ന് മടക്കി ഫുള്ളായിട്ട് നമുക്കതും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ നമുക്ക് ആം ഹോളിൻ്റെ എൻഡ് വശം ഇതുപോലെ ബാക്കും ഫ്രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് രണ്ട് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഔട്ടറിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് താഴേക്ക് ഒരു ബെൽറ്റ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് ആ ഷേപ്പിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കും ഒരു ബെൽറ്റ് കൂടെ കൊടുക്കുക ഫ്രണ്ടിൽ, ആ സെൻറ്റർ ഭാഗത്ത് അതുകൂടി കൊടുത്താൽ മതി. അങ്ങനെ അത്രേ ഉള്ളൂ ഔട്ടറിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നറാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. ഇന്നർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്ക് പാർട്ടിലെ ഫ്രണ്ട് പാർട്ടിലെ നെക്കൊന്ന് അടിച്ചു മറിച്ചെടുക്കണം. ഞാനിപ്പോൾ ആദ്യം എടുത്തിരിക്കുന്ന ബാക്ക് പാർട്ടാണ്. ബാക്ക് പാർട്ടിൽ നെക്ക് ഇതുപോലെ നെക്ക് അടിച്ചു മറിക്കാനുള്ള മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കൊത്തിട്ട് കൊടുത്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മറിച്ചിട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് ബാക്ക് പാർട്ടാണ്. അതിനുശേഷം നമുക്കിനി ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഫ്രണ്ട് പാർട്ട് എടുക്കുക. ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള അടിച്ചു മറിക്കാനുള്ള മെറ്റീരിയലിൻ്റെ പിന്നെ നമ്മൾ അത് ഓവർലോക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. വീതിക്ക് കട്ട് ചെയ്തിട്ട് ഓവർലോക്ക് ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് അടിച്ചു മറിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് അടിച്ചു മറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്കിതുപോലൊന്ന് മറിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലൊന്ന് നമുക്ക് അരികെ കൂടി ഒന്ന് അടിച്ചെടുക്കാം ഫുള്ളായിട്ട്. ഇതുപോലെ അരി കൂടി അടിക്കാം. അത് ഫുള്ളായിട്ട് ഞാനിവിടെ അരി കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഷോൾഡറാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. ബാക്ക് പീസ് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസ് വെച്ച് കൊടുത്ത് ഷോൾഡർ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്ക് പീസിൽ അടിച്ച് വരച്ച് വെച്ചേക്കുന്ന ആ മെറ്റീരിയലിനെ ഫ്രണ്ട് പീസിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അടുത്ത ഷോൾഡർ നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ബാക്ക് പീസിൻ്റെ ആ ചെറിയ പീസ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുള്ളായിട്ട്. അത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ താഴ്ഭാഗത്ത് നമ്മൾ ആ വൈറ്റ് മെറ്റീരിയൽ വെച്ച് കൊടുക്കുന്നുണ്ട്. വൈറ്റ് മെറ്റീരിയലിൽ ഇതുപോലെ സ്ലീവിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുള്ളായിട്ട്. അതിൻ്റെ താഴ്ഭാഗം ഒന്നും നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലവറിൻ്റെ എൻഡ് വശം ആയതുകൊണ്ട് അത് സ്കാലപ്പ് പോലെ ഇരുന്നോളും. അതുകൊണ്ട് നമ്മൾ താഴ്ഭാഗം ഒന്നും മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ടിട്ട് അതിൻ്റെ ബ്ലാക്കിൻ്റെ മുകളിൽ കൂടി മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പ്രഷർ ചെയ്ത് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ രണ്ട് സ്ലീവും നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നമുക്ക് ആം ഹോൾ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഷോൾഡർ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സ്ലീവും നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം.
പിന്നെ നമുക്ക് അബായയുടെ സൈഡ് സ്റ്റിച്ച് ചെയ്യാം. സൈഡ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്ലീവിൻ്റെ താഴെ നിന്ന് ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് എൻഡ് വരെ നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെ 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് താഴ്ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. താഴ്ഭാഗം ഇതുപോലെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ചെറിയതായിട്ട് ഒരു പ്രസരകലത്തിൽ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അരികത്ത് കൂടി ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ നമ്മളിപ്പോൾ ഒരു അടി അടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അരികെ കൂടി ചേർത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ ഇരുന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ അബായയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ. വളരെ വേഗത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. എന്നാൽ ഒരു വെറൈറ്റി മോഡലും ആകും. അപ്പോൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇതുപോലെ ഓവർകോട്ടൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ. ഇതാണ് ഔട്ടർ വരുന്നത്. ഔട്ടറിൽ നമ്മൾ നെക്കിൻ്റെ അവിടെ ഇതുപോലെ ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്, വലിച്ചു കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഷേപ്പിൻ്റെ അവിടെ താഴെ ഇത് വേണ്ട ഇവിടെ ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കെട്ടിയിടുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നല്ല ഭംഗിക്ക് ഇരുന്നോളും. ഇതാണ് ഔട്ടർ വരുന്നത്. ഞാൻ ഫുൾ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇന്നർ ബ്ലാക്ക് വന്നിട്ട് ഔട്ടർ വൈറ്റായിട്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.